ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 വെള്ളിയാഴ്ച ദിവസത്തെ വോട്ടിംഗ് ഒക്കെ ഇത് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ടോപ്പ് 6 കണ്ടസ്റ്റന്റ് ഇപ്പോൾ അവസാന റൗണ്ട് വോട്ടിംഗ് ഒക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരായിരിക്കും സീസൺ 7 കപ്പടിക്കാൻ പോകുന്നത് ഏകദേശം ധാരണയൊക്കെയെങ്കിലും അട്ടിമറികൾ നടക്കാൻ സാധ്യതയുള്ളപ്പോൾ ഈ ഒരു അവസാന മണിക്കൂർ, അതായത് വെള്ളിയാഴ്ച രാത്രി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടുകൾ അതിവേഗത്തിൽ നിന്ന് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ വോട്ടിംഗ് റിസൾട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഗാനമേളയൊക്കെ കഴിഞ്ഞതിന് ശേഷം സംഘർഷഭരിതമായിട്ട് മാറുന്ന ബിഗ് ബോസ് ഹൗസ് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഹൗസിലുള്ള എല്ലാ കണ്ടസ്റ്റന്റും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുമ്പോൾ അനുമോൾ മാത്രം കരച്ചിൽ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് അനുമോളുടെ കരച്ചിൽ വോട്ടുകളായിട്ട് മാറുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ നിലവിൽ നമുക്ക് വോട്ടിംഗ് റിസൾട്ടുകൾ പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് അനുമോൾ തന്നെയാണ്. അനുമോളുടെ വോട്ട് കുതിച്ചുയരുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ആദില നൂറ അടക്കം പറഞ്ഞ പല കാര്യങ്ങളും നമ്മുടെ അനുമോൾക്ക് വോട്ടുകളായിട്ട് മാറുകയാണ്. 3,16,856 വോട്ട് അനുമോളുടെ വോട്ട് കുതിച്ചുയരുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അനീഷേട്ടനാണ്. കപ്പ് ഉയർത്താൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ വോട്ടിംഗ് വൻ ഇടിവ് തന്നെയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത്. 2,83,951 വോട്ട് അനീഷേട്ടൻ രണ്ടാം സ്ഥാനത്തേക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഷാനവാസിക്ക ടോപ്പ് 3 എത്തുന്ന ഉറപ്പിക്കാം. 2,04,732 വോട്ടുകൾ ഷാനവാസിക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഷാനവാസിക്ക, അനീഷ്, അനുമോൾ തുടങ്ങിയ 3 പേരും ടോപ്പ് 3 ഉണ്ടാകും നമുക്ക് പ്രതീക്ഷ വെക്കാം. കപ്പിന്റെ കാര്യത്തിൽ അനുമോളാണ് അനീഷ് എന്ന് വ്യക്തമാകുന്നില്ല. 4ാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്നത് നെവിനാണ് കേട്ടോ. നെവിൻ ഒരിടയ്ക്ക് ഒരു ടോപ്പ് 6 അല്ലെങ്കിൽ എവിക്റ്റായി പുറത്തു പോകുന്ന നമ്മൾ കരുതിയൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. എന്നാൽ ഇതാ വീണ്ടും ശക്തമായിട്ട് വോട്ടിംഗ് നേടി മുന്നേറുകയാണ് നെവിൻ. 1,78,966 വോട്ട് 4ാം സ്ഥാനത്തേക്കുമ്പോൾ നൂറയ്ക്ക് വീണ്ടും വോട്ടിംഗ് ഇടിവ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ആദ്യക്ക് പുറമെ തന്നെ നൂറയെ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. 1,76,544 വോട്ട് നൂറ് 5ാം സ്ഥാനത്തേക്കുമ്പോൾ 6ാം സ്ഥാനത്ത് ഡേഞ്ചർ സോണി അക്ബർ നിൽക്കുകയാണ്. നേരിയ വോട്ടിംഗ് ഡിഫറൻസേ ഉള്ളൂ. അക്ബർ ഒരുപക്ഷെ വരും മണിക്കൂറിൽ അട്ടിമറികൾ നടത്തുമെന്നും പറയാൻ സാധിക്കത്തില്ല. 1,67,135 വോട്ടുകളാണ് അക്ബർ സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് നൂറയുടെ വോട്ട് വലിയ രീതിയിൽ കൂടിയിട്ട് വീണ്ടും വലിയ തോതി ഇടിയുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ആദ്യം നടത്തിയ സ്റ്റേറ്റ്മെന്റും അതിനോടനുബന്ധിച്ചുള്ള പല കാര്യങ്ങളും ഇപ്പോഴത്തെ ആദ്യം നൂറ തുടങ്ങിയവരുടെ കള്ളത്തരങ്ങൾ പുറത്തു വരുന്നത് തന്നെയാണ് നമ്മുടെ അനുമോൾക്ക് വോട്ടുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. എന്നൊക്കെയാണ് എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ അനീഷേട്ടൻ സൈലന്റ് ആയിട്ട് പോകുന്നു. പുള്ളിക്ക് വോട്ടിങ് ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും വോട്ടിങ് കുറയുന്നത്. എന്തൊക്കെയാണ് ഇനിയുള്ള മണിക്കൂറുകളാണ്, അവസാന മണിക്കൂറുകളാണ് നിർണായകമായിട്ട് മാറാൻ പോകുന്നത്. ഒരുപക്ഷെ അനീഷേട്ടൻ അട്ടിമറി നടത്തി കപ്പടിക്കാൻ സാധ്യതകൾ കാണുന്നുണ്ടെങ്കിൽ നിലവിൽ കൂടുതൽ ചാൻസ് അനുമോൾക്ക് തന്നെയാണ്. കാത്തിരിക്കാൻ നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂറിൽ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി. അപ്പം നിങ്ങളുടെ ഇന്നത്തെ വിലയേറിയ വോട്ട് ഇതുവരെ രേഖപ്പെടുത്തിയിട്ട് ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാറിൽ പോയി നിങ്ങൾ ആഗ്രഹിക്കുന്ന കപ്പടിക്കാൻ ഡിസർവിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുക. ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് ആയതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ സംഭവിക്കാം.